ഹായ് ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് മിൽക്ക് കേക്കിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഈ ഒരു ടബിന് വരുന്നത് 100 രൂപയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് ഈ ഒരു മിൽക്ക് കേക്ക്. നല്ല കാച്ചി കുറുക്കി എടുത്തിട്ടുള്ള പാലിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഒഴിക്കാം. അതിനുശേഷം മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കേക്ക് നന്നായിട്ട് കൂളായിട്ട് കഴിക്കണം, എന്നാലേ ഈ ഒരു കേക്കിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ ഒരു കേക്കിൻ്റെ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1-2 ദിവസം കൊണ്ട് തന്നെ ഒരുപാട് ഓർഡേഴ്സ് കിട്ടാറുണ്ട്. വാനില സ്പഞ്ചിലാണ് ഈ ഒരു മിൽക്ക് കേക്ക് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ബദാമോ പിസ്തയോ അല്ലെങ്കിൽ കാഷ്യൂനട്ട്സോ ഈ ഒരു മിൽക്ക് കേക്കിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിച്ച്നെസ് ഫീൽ ആയിരിക്കും. കസ്റ്റമേഴ്സിൽ ചെറിയ പൈസയ്ക്ക് നമുക്ക് നല്ലൊരു മധുരം കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. ഇതിലിപ്പോൾ ഞാൻ കാഷ്യൂനട്ട്സും ആൽമണ്ട്സും ഒന്ന് ക്രഷ് ചെയ്തിട്ടും കൂടെ ചേർക്കുന്നുണ്ട്. കസ്റ്റമേഴ്സിൽ ചിലർ 2-3 മിൽക്ക് കേക്ക് ഒരേ സമയം ഓർഡർ ചെയ്യുന്ന ദിവസങ്ങളും ഉണ്ട്. വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം അതിന് മേലെയും നമ്മുടെ ഈ ഒരു 3 മിൽക്ക് ഒഴിക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ചോക്ലേറ്റ് മിൽക്ക് കേക്കും കൂടി സെയിൽ ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് മിൽക്ക് കേക്കിനേക്കാൾ ഒരു പിടി മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ഈ വാനില മിൽക്ക് കേക്കാണ്. ഈ ഒരു മിൽക്ക് കേക്കിന് മധുരം എപ്പോഴും മുന്നിൽ നിൽക്കണം, അതാണ് ഈ ഒരു കേക്കിൻ്റെ ടെക്സ്ചർ. ആദ്യം തന്നെ ഒരു 10 മിൽക്ക് കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ റിവ്യൂ അറിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള മിൽക്ക് കേക്ക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു മിൽക്ക് കേക്ക് സെയിൽ ചെയ്യുന്നത്. പലതരം മിൽക്ക് കേക്ക് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് വാനില മിൽക്ക് കേക്കാണ്. ഇങ്ങനെ ഓരോ ടബുകളിലാക്കി സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പണിയുണ്ട്. ഓരോ ടബും നമ്മൾ നന്നായിട്ട് കഴുകി തുടച്ച് വെക്കണം. അതേപോലെ തന്നെ സ്പഞ്ച് ഉണ്ടാക്കണം. സ്പഞ്ച് കട്ട് ചെയ്തിട്ട് ഓരോ കപ്പിലേക്കും വേണ്ടത് കറക്റ്റ് 2 പീസാക്കി വെക്കണം. അതേപോലെ തന്നെ ക്രഷ് ചെയ്ത് വെക്കണം. ബദാം ആണെങ്കിലും അതേ കാഷ്യൂനട്ട്സ് ആണെങ്കിലും അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കണം. പിന്നെ നമ്മുടെ 3 മിൽക്ക് റെഡിയാക്കി വെക്കണം. അങ്ങനെയുള്ള കുറച്ച് പണികൾ ഇതിനായിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ എല്ലാ ടബും നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓരോ ടബിലും ഒന്നുപോലും വിട്ടുപോകാതെ എല്ലാ ഫില്ലിങ്സും ആഡ് ചെയ്യണം. ഇതുപോലെ ഫിനിഷ് ചെയ്ത് വെക്കുന്ന ഓരോ ടബും മോളെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് കൂളായതിന് ശേഷം നമ്മൾ പുറത്തേക്കെടുത്ത് നമുക്കിത് സെയിൽ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളെല്ലാം ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ റിബണും കൂടെ കെട്ടിവെച്ച് അതിന് മേലെ നമ്മുടെ നിയ ബേക്സിൻ്റെ സ്റ്റിക്കറും കൂടി വെച്ചിട്ടാണ് കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യുന്നത്. നമ്മൾക്ക് ഓർഡേഴ്സൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള പരിപാടികൾ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സും ഹാപ്പി, നമ്മളും ഹാപ്പി. പിന്നെ നമ്മൾക്ക് ഇതുപോലെയുള്ള മിൽക്ക് കേക്ക് 1-2 പീസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 5-10 പീസോളം ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ചെറിയ ആളുകൾ കൂടുന്ന ബർത്ത്ഡേ ഫംഗ്ഷൻസിലൊക്കെ നമുക്ക് ഇതേപോലെ ഇതിലും ചെറിയ ടബുകളിലാക്കിയിട്ട് ഇതേപോലെ മിൽക്ക് കേക്ക് നമുക്ക് സെയിൽ ചെയ്യാം. ഈ ഒരു ടബിലുള്ള മിൽക്ക് കേക്ക് ഒരു 2-3-4 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. 1-2 കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ഒരു 2 ടബെങ്കിലും വാങ്ങിക്കണം, എന്നാലേ വലിയ ആൾക്കാർക്ക് ഇത് ടേസ്റ്റ് ചെയ്യാൻ കിട്ടുള്ളൂ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു ടൈപ്പിലാണ് ഈ ഒരു മിൽക്ക് കേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് എല്ലാ ടബിൻ്റെ മേലെയും റിബണും കെട്ടാം, അതേപോലെ സ്റ്റിക്കർ ഒട്ടിക്കാം. ഇതേപോലെ നമ്മൾ സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ ടബിൻ്റെ മേലെയും വെക്കാം, അതേപോലെ തന്നെ നമ്മൾ കേക്ക് കൊടുക്കുന്ന ആ ബോക്സിന് മേലെയും വെക്കാം. ആദ്യത്തെ തവണ പ്രിൻ്റ് എടുത്തപ്പോൾ സൈസ് വല്ലാണ്ടെങ്കിലും കൂടിപ്പോയി. ഇത്തവണ നമ്മൾ പ്രിൻ്റ് എടുത്തപ്പോൾ നന്നായിട്ട് സൈസ് കുറച്ചിട്ടാണ് പ്രിൻ്റ് എടുത്തത്. ആദ്യമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് വരും. അപ്പോൾ അത് 2ാമത്തെ തവണ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതൊക്കെ തിരുത്തിക്കൊണ്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇനിയും ഇതുവരെ മിൽക്ക് കേക്ക് സെയിൽ ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മിൽക്ക് കേക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് സെയിൽ ചെയ്ത് നോക്കൂ. അധിക വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒന്നിലേക്കും ഇറങ്ങിച്ചെല്ലാതിരിക്കാം. മറ്റാരേക്കാളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്യുന്ന ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പരിശ്രമം കൊണ്ട് അത് താനേ വലുതായിക്കോളും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഒരുപാട് സമാധാനം സന്തോഷം കിട്ടുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും കൂടെ അത് കിട്ടുന്നുണ്ട്. സ്ട്രഗിൾ ചെയ്യാതെ നമ്മൾ ആരും എവിടെയും എത്താൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ മിൽക്ക് കേക്കിയുടെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് സെയിൽ ചെയ്തിട്ട് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എനിക്കറിയാൻ പറ്റുന്ന കേക്കിൻ്റെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.